ഗൈസ്, ഇന്ത്യയിലൊരു വീടുണ്ട്. ആ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോകാൻ പോലും ആൾക്കാർക്ക് പേടിയാണ്. ഇനി അഥവാ സൈഡിൽ കൂടെ പോവുകയും ചെയ്യുക, ഒന്നല്ലെങ്കിൽ അവരൊരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളായി പോകും, അതും അല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു അമാനുഷിക ശക്തിയെ കാണേണ്ടി വരും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവില്ല. യെസ്, ഞാനൊന്ന് പറയാൻ പോകുന്നത് കുന്ദൻ ബാഗിലെ ഒരു ഹോണ്ടഡ് ഹൗസിനെ കുറിച്ചിട്ടാണ്. കുന്ദൻ ബാഗിലെ മെയിൻ മോഷ്ടാവായിരുന്നു സജിത്ത്. സജിത്ത് 3 മാസമായിട്ട് ഒരു വീടിനെ ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കുന്ദൻ ബാഗാണ്, നല്ല പൈസ കിട്ടും. അങ്ങനെ സജിത്ത് ആ ഒരു വീട്ടിൽ കയറുകയാണ്. അങ്ങനെ കയറി ഫസ്റ്റ് ഫ്ലോറിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോർ എത്തിയപ്പോൾ സജിത്തിന് ഒരു പൊട്ട മണം വരാൻ തുടങ്ങി. ആ ഒരു മണം വരുന്നത് ഹാളിൽ നിന്നാണ്. അങ്ങനെ സജിത്ത് ഹാളിലേക്ക് പോയി നോക്കിയപ്പോൾ സജിത്ത് ഷോക്കായി പോവാണ്. ഒരു 3 ഡെഡ് ബോഡി ബെഡിൽ കിടക്കുകയാണ്. സജിത്ത് അപ്പം തന്നെ പോലീസുകാരെ അറിയിക്കുകയാണ്. പോലീസുകാർ പക്ഷേ സജിത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഒരു കള്ളനാണ്, അതും ഈ ഒരു സമയത്താണ് എന്ന് പറഞ്ഞത് അവൻ അറസ്റ്റ് ചെയ്യുകയാണ്. ശവത്തിന് പരിശോധനയ്ക്ക് അയക്കുകയാണ്. ശവപരിശോധനയിൽ ഇവർ മരിച്ചിട്ട് 6 മാസമായി എന്നാണ് പറയുന്നത്. പക്ഷേ സജിത്ത് ഇന്നലെയും കൂടി അവരെ കണ്ടേ ഉള്ളൂ. കാരണം അവർ വീട്ടിലില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സജിത്ത് കയറിയത്. അവർ വീടിന് പുറത്തുണ്ടായിരുന്നു, ഗാർഡനിൽ. പക്ഷേ പോലീസുകാർ സാധാരണ പോലെ തന്നെ ആ ഒരു വീട് സെർച്ച് ചെയ്യുകയാണ്. അങ്ങനെ അവർക്ക് ഒരു ചെറിയ വിഷക്കുപ്പി കിട്ടുകയാണ്. അങ്ങനെ സൂയിസൈഡാണെന്ന് ഉറപ്പുവരുത്താണ്. പക്ഷേ അവർ ആ വീടിന് ചുറ്റുമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞേനെ ആ ഒരു വീട്ടിൽ എപ്പോഴും ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാറുണ്ട്. മാത്രമല്ല ആ ഒരു വീട്ടിൽ എപ്പോഴും ലൈറ്റ് കത്തി കിടക്കാറുണ്ട്. ഇമാതിരി കുറേ സ്റ്റോറീസാണ് ഈ ഒരു കുന്ദൻ ബാഗിനെ കുറിച്ചിട്ടുള്ളത്. ആ ഒരു വീടിൻ്റെ സമീപത്ത് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അക്ബർ. അവന് ആ ഒരു വീടിൻ്റെ സൈഡിൽ കൂടെ എല്ലാ ദിവസവും പാസ് ചെയ്യണമായിരുന്നു. ഒരു ദിവസം ആൾ ആ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ ആ ഒരു വീട്ടിൽ ലൈറ്റ് കത്തി കിടക്കുന്നതായിട്ട് കണ്ടു. ആൾ വിചാരിച്ചു ആ ഒരു വീട്ടിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും, അവർക്ക് വല്ല അപകടം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആൾ നേരെ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. പക്ഷേ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ലൈറ്റൊന്നുമില്ല. അങ്ങനെ ആൾ ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ആ ഒരു ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ മരിച്ച 3 പേര് നിൽക്കുകയാണ്. അത് മാത്രമല്ല, അവർ ഇയാളെ നോക്കിയിട്ട് എന്തോ പറയാണ്. പിന്നെ അയാൾക്ക് എന്ത് പറ്റിയെന്നോ അയാൾ എവിടെയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. ഗൈസ്, ഇങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ.